എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി പോർഷനിലേക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി സെക്കൻഡ് എക്സസൈസ് പേജ് നമ്പർ 71ലും 72ലും വരുന്ന സെക്കൻഡ് എക്സസൈസിലെ ചോദ്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു എക്സസൈസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് പറയുകയാണ് സാറ്. സം എന്താണെന്നൊരു എക്സാമ്പിൾ കൂടെ സാറ് പെട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ 3, 5, 7 ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാണ്? x1 അല്ലേ ഇവിടുത്തെ ഫസ്റ്റ് ടേം. ഇയാളെ പറഞ്ഞാണ് x2, ഇത് x3, x1, x2, x3. ഇവിടെ നമ്മളോട് 3 പേരുടെ സമ്മ് കാണാൻ പറയാം. സം ഓഫ് 3 ടേംസ്. ആദ്യത്തെ 3 പേരുടെ സമ്മ് കാണാൻ പറഞ്ഞാൽ 3 പേരുടെ സമ്മ് കാണാൻ പറയുമ്പോൾ ആരെയൊക്കെ കൂട്ടണം അതിൻ്റെ അകത്ത്? 3 പേരെന്ന് പറയുമ്പോൾ x1, x2, x3. x1 എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്ലസ് x2 5 ആണ്, പ്ലസ് x3 7 ആണ്. അതെ, 7 + 3 10, 10 + 5 15. ഇതാണ് ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ്. സം ഓഫ് 3 ടേംസ്. സം ഓഫ് 3 ടേംസിന് നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ് S3. അതിൻ്റെ ഷോർട്ട് ഫോമാണ് S3. വായിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് 3 ടേംസ്. ഇവിടെ ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മാണ്. സം ഓഫ് 2 ടേംസ് S2 ആണെങ്കിൽ എങ്ങനെ വരും ആൻസർ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ കൂട്ടിയാൽ പോലെ. അതാണ് S2 എന്ന് പറയുന്നത്. സം ഓഫ് 2 ടേംസ്. ആദ്യത്തെ 2 പദങ്ങളുടെ തുക. S2 കാണാൻ 2 പേരുടെ കൂട്ടുന്ന x1 ആരാടാ? 3 പ്ലസ് x2 5 ആണ്. 3 + 5 8 ആണ്. S2 8 ആണ്. ഇവിടെ നമ്മൾ ഒരാളെ കൂടെ എഴുതാൻ പോവാണ്. S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈം. സം ഓഫ് ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. x1 ആണത്. കൂട്ടാൻ വേറെ ഒന്നുമില്ല. അതെത്രയാണ്? അതിൻ്റെ ആൻസർ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്. ഈ S1ൻ്റെ പ്രത്യേകത S1 തന്നെയാണ് x1. രണ്ടുപേരും സെയിം ആണ്, 3 ആണ്. ഇനി S2 എന്ന് പറഞ്ഞാൽ നമ്മുടെ S2 എന്ന് പറഞ്ഞാൽ 8 ആണ്, x2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ശ്രദ്ധിക്കേണ്ടതാണ്, തെറ്റിപ്പോയത്. S2ഉം x2ഉം തമ്മിൽ തെറ്റരുത്. x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, രണ്ടാമത്തെ ടേം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ S2 എന്ന് പറഞ്ഞാൽ 2 ടേമിൻ്റെ സമ്മ്. വ്യത്യാസമുണ്ട്. x2 5 ആണ്, എന്നാൽ S2 എന്ന് പറയുമ്പം ആ പറയപ്പെടുന്ന ടേം വരെ നമ്മൾ കൂട്ടണം. S2 സം ഓഫ് 2 ടേംസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും. 3 + 5 8. ഓക്കെ. അടുത്ത x3 എന്ന് പറഞ്ഞാൽ 3ാം ടേം അല്ലെങ്കിൽ 3ാം പദം എന്നേ ഉള്ളൂ. അത് 7 ആണ്. 3ാമത്തെ പദം 7 ആണ്. മക്കളെ, S3 എന്ന് പറഞ്ഞാൽ സം ഓഫ് 3 ടേംസ്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ന് പറയും. അപ്പോൾ ആരൊക്കെ വരും അതിൻ്റെ അകത്ത്? x1 വരും, x2 വരും, x3 വരും. അതാണ് 15. x3 ആണ് S3 അല്ല, വ്യത്യാസമുണ്ട്. ആകെ സെയിം വരുന്നത് S1 x1 സെയിം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടേം. അപ്പം ഒരു ടേമേ ഉള്ളൂ, അത് x1 ആണ്. അത് തന്നെയാണ് S1. എന്നാൽ S2 എന്ന് പറയുമ്പോൾ സം ഓഫ് 2 ടേംസ്. അത് x1 വരും, x2 വരും. അതാണ് 8 വരുന്നത്. ഇനി S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ടേം. ഇത് x1, x2, x3. അപ്പോൾ അവർ 3 പേരെയും കൂട്ടുമ്പോഴാണ് എത്ര വരുന്നത്? 15 വരുന്നത്. ഓക്കെ. ഇവിടാണ് ഇപ്പോൾ നമ്മൾ 10 ടേംസിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ S10. 10 പേരുടെ സമ്മ് കാണാൻ പറഞ്ഞാൽ x1, x2, x3 അങ്ങനെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 വരെ കൂട്ടും, x10 വരെ കൂട്ടും. അപ്പം സം എന്ന് പറയുമ്പം S എന്ന് പറഞ്ഞാൽ ആ ഒരു ലെറ്റർ തന്നാൽ സം ഓഫ് ഇത്ര ടൈംസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ പറയപ്പെടുന്ന ടൈം വരെ കൂട്ടുക. സം ഓഫ് 25 ടൈംസ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ ടൈം മുതൽ 25ാമത്തെ വരെ കൂട്ടാനാണ്. അപ്പോൾ സീക്വൻസിൻ്റെ അകത്ത് നമുക്ക് അത്രയും ഒരുപാട് ടൈമുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ എഴുതി കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പം 3 ടൈമും 2 ടൈമിൻ്റെ സമ്മും ഒക്കെ നമ്മൾ എഴുതി കൂട്ടിയതുപോലെ കൂട്ടാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അത്രയും എഴുതി കൂട്ടാൻ പറ്റുമോ? ഒരു എക്സാമിന് നമ്മൾ ആദ്യത്തെ 50 ടൈമിൻ്റെ സമ്മ് കാണാൻ പറയുമ്പം നമുക്കൊരു ഇക്വേഷൻ അറിയത്തില്ല എങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം അല്ലെ ആ ഒരു ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ അത്രയും എഴുതി കൂട്ടേണ്ടി വരത്തില്ലേ? അപ്പോൾ നമ്മൾ അത്രയും എഴുതി വരുമ്പോഴത്തേക്കും പരീക്ഷ കഴിയും. ചിലപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷകളുള്ള വെല്ലു അടിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നത്. എപ്പോഴും മാത്സിലെ ആ ഒരു കാര്യങ്ങൾ പ്രോബ്ലംസ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 10 ടൈംസിൻ്റെ സമ്മാണെങ്കിൽ 10 പേരെ കൂട്ടണ്ടേ? മക്കളെ, ഈ സമ്മിനൊരു ഇക്വേഷൻ ഉണ്ട്. എത്ര പേരുടെ സമ്മ് ചോദിച്ചാലും ഒരു ഇക്വേഷൻ ഉണ്ട്. SN =
n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് വെച്ചാൽ 50 പേരുടെ സമ്മ നമ്മളോട് കാണാൻ പറഞ്ഞാൽ 50 നമ്പർ ഓഫ് ടൈംസ് 50 പേരുടെ സമ്മ് കാണാൻ പറഞ്ഞാൽ 50/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് എത്രാമത്തെ ടേം 50ാമത്തെ ടേം. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിയാൽ മതി 50ാമത്തെ ടേം. ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn. മക്കളെ ഇനി സമ്മ ഈ ഇക്വേഷൻ മാത്രമല്ല, ഇനിയും വേറെ ഇക്വേഷൻസും ഉണ്ട്. അത് സാർ അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ. ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ xn ആരാ? xn അല്ലെങ്കിൽ അത് ചോദിക്കുന്ന ടൈം ആയിരിക്കും. എത്ര ടൈം ഉണ്ടെന്ന് ചോദിച്ചാൽ അതാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം 50 എന്ന് പറയുമ്പോൾ x1 നമുക്കൊരു സീക്വൻസ് കാണുമ്പോൾ x1 അറിയാൻ പറ്റും. 50ാമത്തെ ടൈം ചില പ്രോബ്ലത്തിൽ നമ്മൾ ആ ടൈം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. എന്താണ് താഴെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസുകളുടെ എന്താണ് സമ്മ് കാണുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം 51, 52, 53 ഇത് ആഡ് ചെയ്ത് പോയേക്കാണ്. എവിടെ വരാം? 17 വരാം. 51, 52, 53 അങ്ങനെ പോയി 54, 55 അങ്ങനെ പോയി എവിടെ വരാം? 70 വരാം. അപ്പോൾ സമ്മ് കാണാൻ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷനാണ് എന്ത്? വേറെ ഇക്വേഷൻ ഉണ്ടോ അത് പറയാം. അടുത്ത സെക്കൻഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷനോട് പറയാം. എല്ലാം കൂടെ പറഞ്ഞതാക്കണമെന്ന് പറഞ്ഞാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. മക്കളെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ടൈമിൻ്റെ സമ്മെന്ന് അവർ പറയുന്നില്ല. അപ്പം നമ്പർ ഓഫ് ടൈംസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. 51 മുതൽ 70 വരെ എന്ന് പറയുമ്പം 51, 52, 53, 54, 55, 56, 57, 58, 59, 60 അവിടെ തുടങ്ങി 70 വരെ ആകുമ്പം എത്ര? 20 ടൈം വരും. അത് നമുക്ക് n20 എന്ന് അറിയാം. പക്ഷേ എല്ലാ പ്രോബ്ലവും ഇങ്ങനെ ആയിരിക്കുമോ വരുന്നത്? നമുക്ക് എണ്ണി നോക്കാൻ പറ്റുമോ? ഇപ്പം 51 തുടങ്ങി അല്ലെങ്കിൽ വേറൊരു സീക്വൻസ് 5, 8, 11 അങ്ങനെ ആഡ് ചെയ്ത് പോയി ഏതെങ്കിലും ദൂരെ നിൽക്കുന്ന വലിയൊരു 3 ഡിജിറ്റ് ടൈമോ ഒക്കെ വലിയൊരു ടൈം വരുക നമുക്ക് ഇരുന്ന് എഴുതി നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 51 തുടങ്ങി 70 അവസാനിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എണ്ണി നോക്കാൻ പറ്റും 20 പേരുണ്ടെന്ന്. നമ്പർ ഓഫ് ടൈംസ് 20 ആണെന്ന്. നമ്പർ ഓഫ് ടൈംസ് അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിന് വാല്യൂ കൊടുക്കണ്ടേ? എത്ര ടൈം ഉണ്ടെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കാണുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നല്ലേ ആകെ നമുക്കിവിടെ അറിയാവുന്ന ഫസ്റ്റ് ടൈമാണ്. പിന്നെ 2 അതൊരു നമ്പറാണ്. n നമ്പർ ഓഫ് ടൈംസ് എത്രയാണെന്ന് അറിയത്തില്ല. ആ n അറിഞ്ഞാലേ ഇവിടെ നമുക്ക് n കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇവിടെ n-ൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 3 എടുത്തുണ്ട്. xn എത്ര ടൈം ആണെന്ന് അറിയണം. 20 എണ്ണമാണെന്ന് അറിയാം അവിടെ. പക്ഷേ എങ്കിലും നമുക്ക് അറിയാതെ വരുന്ന പ്രോബ്ലംസ് വരും. ഞാൻ പറഞ്ഞ പോലെ ലെങ്ത് വലിയ പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല അവിടെ എത്ര ടൈം ഉണ്ടെന്ന്. ഇതുപോലെ സിമ്പിളായിട്ട് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ടൈംസ് കാണാൻ ഇതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഈസ് എ ടൈം ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ. ഒരു സീക്വൻസ് വന്നിട്ട് ഇപ്പം 101 ഈ സീക്വൻസിൽ ഒരു ടൈം ആണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അതിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈസ് എ ടൈമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈസ് എ ടൈമിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ്. നമ്പർ ഓഫ് ടൈംസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ്. പൊസിഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. പൊസിഷൻ എന്താണ്? ഇപ്പം ഒരു സീക്വൻസ് എന്നിട്ട് പറയണം 101 എന്ന് പറയുന്ന ഒരു ടൈം ആ സീക്വൻസിൽ എവിടെയാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഇക്വേഷൻ പഠിച്ചാൽ 3 in 1 ആണ്. 3 എന്താണ് ഹെഡിങ്ങിന് ഒരൊറ്റ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈസ് എ ടൈം, പിന്നെ നമ്പർ ഓഫ് ടൈംസ്, പൊസിഷൻ ഓഫ് ടൈം. n എന്നാണ് ഇക്വേഷൻ. നമുക്ക് നമ്പർ ഓഫ് ടൈംസ് അല്ലേ അറിയണ്ടേ? n ഈസ് ഈക്വൽ ടു xn മൈനസ് x1/d പ്ലസ് 1 എന്താണ് n is equal to xn minus x1/d plus 1. ഇതാണ് നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചോണ്ട് n is equal to xn മൈനസ് x1/d plus 1. ഇത് നമ്മുടെ dn plus f minus d എന്നുള്ള ഓൾജിബ്രാക് ഫോം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എടുത്തൊരു ഇക്വേഷനാണ്. അതിൽ നിന്ന് എങ്ങനെ വന്നു അതിൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. n is equal to xn മൈനസ് x1/d plus 1. ഓക്കെ, അപ്പോൾ ഇവിടെ xn എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ടൈം ഉണ്ടോ? ഇവിടെ 51 തുടങ്ങി 70 അവസാനിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമായിട്ട് ലാസ്റ്റ് ടൈമായിട്ട് നമ്മൾ എടുക്കേണ്ട ആരെയാണ്? 70 ആണ്. xn 70 ആണ്. 70 മൈനസ് x1 ഫസ്റ്റ് ടൈം ആരാടാ? 51 ബൈ ഇവിടുത്തെ ഡിഫറൻസ്, ഇവിടുത്തെ ഗ്യാപ്പ് എത്ര? 51, 52, 53 ഗ്യാപ്പ് എത്രടാ? അവിടുത്തെ ഗ്യാപ്പാണ് 1 പ്ലസ് 1. അപ്പോൾ നോക്കുക, xn ലാസ്റ്റ് ടൈം മൈനസ് x1 ഫസ്റ്റ് ടൈം, d ഈ ഒരു സീക്വൻസ് ആയിട്ട് കണ്ടാൽ 51, 52, 53 d സിമ്പിളാണ്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 52 51 പോയാൽ
1 1 ആണ്. ഇതേ 70 - 51 70 നിന്ന് 51 പോയാൽ 19 എന്ന് വരും. 19/1 + 1 19/1 19 + 1 ആൻസർ 20. അപ്പോൾ n എത്ര? 20. എത്ര ടേംസ് ഉണ്ടാ? 20 ടേമുകളുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ എണ്ണി നോക്കുമ്പോൾ 51 മുതൽ നമ്മൾ കയ്യിൽ എണ്ണിയാൽ തന്നെ 20 വരണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ എല്ലാ പ്രോബ്ലത്തിലും പറ്റത്തില്ല, എണ്ണാൻ പറ്റത്തില്ല. സിമ്പിൾ ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയത്. പക്ഷേ നിങ്ങൾ ഏത് പ്രോബ്ലം മുതലും ചെയ്യണം. അതിനാണ് സാർ ഈ ഐഡിയ കൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് ആണല്ലോ ഇക്വേഷൻ xn - x1/d + 1. അപ്പോൾ എത്ര ടൈം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇക്വേഷൻ എഴുതാം. Sn = n/2 × x1 + xn എന്നല്ലേ. ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ സാർ. എത്ര ടൈമിൻ്റെ സമ്മ? n എത്ര? 20. S20 = 20/2 × x1 ഫസ്റ്റ് ടൈം ആരാ? 51 + 70. 20/2 20/2 20ൻ്റെ പകുതി 2 × 1 2 2 × 10 ആണ് എഴുതുന്നത്. 10 × 51 + 70 70 50 ആകുമ്പോൾ എത്ര ആവും? 120 ആവും. 120 1 121. ഓക്കെ, അപ്പം 10 × 121 ഇൻറ്റു ആണ് കിടക്കുന്നത് കേട്ടോ. അതാണ് ബ്രാക്കറ്റിൻ്റെ മീനിങ്. അപ്പം 121 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം യൂണിറ്റ് പ്ലേസിൽ 0 വന്നാൽ 121 × 10 ചെയ്യണമെന്നില്ല. 121 × 1 ചെയ്താൽ മതി. 121 × 1 ഈ യൂണിറ്റ് പ്ലേസിൽ 0 ആയതുകൊണ്ട് അത് മാറ്റി നിർത്തുക. 121 × 1 121 ആണ് ആൻസർ. 121ൻ്റെ കൂടെ എന്തും കൊടുക്കും, അത് മാറ്റി നിർത്തിയ 0 കൂടെ കൊടുത്താൽ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പം 1210 20 ടേമുകളുടെ സമ്മാണ് 1210 എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്ത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ തേണ്ട നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അതേ സമ്മ് കാണാനുള്ളതാണ്. സീക്വൻസ് ഒന്ന് മാറിയിട്ടുണ്ട്. 1.5 + 2.5 + എക്സെട്ര + 12.5. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാറ്. അത് അങ്ങനെ തന്നെ തുടക്കം അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ ഏതാ? Sn = n/2 × x1 + xn. എടാ, അപ്പോൾ 1.5 തുടങ്ങി 12.5 അവസാനിക്കുമ്പോൾ അവിടെ എത്ര ടൈം ഉണ്ട്? 1.5 2.5 3.5 4.5 5.5 6.5 7.5 അങ്ങനെ പോയി 12.5. നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 12 ടൈം ഉണ്ടെന്ന്. മക്കൾ അങ്ങനത്തെ പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സാറ് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ വലുതാവുകയാണ്. കട്ടിയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എണ്ണാൻ പറ്റാത്ത ടേമുകളൊക്കെ വരും. അതുപോലെ പെട്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ് വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ടൈമാണ്? 12 ടൈം ഉണ്ടെന്ന് നമുക്കറിയാം. n 12 എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമ്മൾ കറക്റ്റ് ടഫ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യണമല്ലോ എന്ന് പറയണത് ഈ ഒരു ഇക്വേഷനോടെ പറയുന്നത്. നമ്പർ ഓഫ് ടൈംസ് കാണാൻ xn - x1/d + 1. xn ലാസ്റ്റ് ടൈം ആരാടാ? 12.5 മൈനസ് x1 ഏത് ടൈമാ? ഫസ്റ്റ് ടൈം ആരാടാ? 1.5 d. ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാടാ? 1.5 2.5 3.5 4.5 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം നോക്കിയാൽ മതി. ഡിഫറൻസ് കാണാൻ 1.5 1 കൂട്ടുമ്പോൾ അല്ലേ 2.5 2.5 1 കൂട്ടുമ്പോൾ 3.5. അപ്പോൾ 1 ആണ് അവിടുത്തെ ഡിഫറൻസ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കാം. 2.5 നിന്നും 1.5 കുറച്ചാൽ എത്രയാണ് ആൻസർ? 1 ആണ്. അപ്പോൾ d 1 ആണ്. +1 നോക്കടാ. 12.5 - 1.5 12.5 നിന്നും 1.5 പോയാൽ 12.5 അര ആദ്യം പോയാൽ എന്താണ്? 12.5 അര പോയാൽ 12 ആവും. പിന്നെ ഒന്നുകൂടെ പോയാൽ 11 ആവും. അപ്പോൾ 12.5 1.5 പോയാൽ ആൻസർ 11/1 + 1 11/1 11 11 + 1 ആൻസർ എത്ര? എന്നിൻ്റെ വാല്യൂ 12 ആണ്. എന്നിൻ്റെ വാല്യൂ 12. നമ്പർ ഓഫ് ടൈംസ് 12 ടൈംസ് ഉണ്ട്. അപ്പോൾ Sn = n/2 × x1 + xn എന്നല്ലേ. എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ സമ്മ? 12 പേരുണ്ട്. S12 = 12/2 ഫസ്റ്റ് ടൈം എത്ര? 1.5 പ്ലസ് ലാസ്റ്റ് ടൈം 12.5. ഓക്കെ, 1.5 + 12.5. ഇതെന്താണ്? 12/2 2 × 1 2 × 6 അല്ലേ 12 6 ആണ്. 6 × 1.5 + 12.5. 1.5 12.5 1ഉം 12 കൂടെ കൂട്ടുമ്പോൾ 13 ആവും. അരയും കൂട്ടുമ്പോൾ 1 ആവും. 13 1 14. ഓക്കെ, അപ്പോൾ 14 × 6 ആണ്. നോക്കുക, 6 × 4 24 4 റിമൈൻഡർ 2 6 × 1 6 2 വരുമ്പോൾ 8. ആൻസർ എത്ര? 84 ആണ്. എത്ര പേരുടെ സമ്മ്? 12 പേരുടെ സമ്മ് എന്താണ്? 84 ആണ്.
എടാ ഇത് വേണമെങ്കിൽ ഇത് ഇവിടെ വരുമ്പോൾ ഇത് മിക്സഡ് അല്ലേ, മിക്സഡിനെ വേണേൽ നോർമൽ ഫ്രാക്ഷൻ ആക്കുകയും ചെയ്യാം. ഇവിടെ 6 വന്നില്ലേ, S12 ഈക്വൽ ടു ഒരു ഓറാണ്, ഈ ടൈപ്പിലും ചെയ്യാം. S12 ഈക്വൽ ടു 12/2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 6 ഇൻറ്റു 1.5 എങ്ങനെയാണ് മാറ്റുന്നത്? മിക്സഡിനെ എങ്ങനെയാണ് നോർമലിലോട്ടാക്കുന്നത്? മിക്സഡ് വന്നാൽ 1.5 എങ്ങനെയാണ് മാറ്റുന്നത്? ആ 2 അങ്ങനെ തന്നെ എഴുതുക, അത് ഐഡിയ ആണ്, പെട്ടെന്ന് 2 അങ്ങനെ തന്നെ എഴുതുക. 2 ഇൻറ്റു 1 2 + 1 അങ്ങനെയാണ് മിക്സഡിനെ നോർമലാക്കുന്നത്. 1.5 എന്ന് പറഞ്ഞാൽ 1.5 എന്നല്ല, 1.5 മാറ്റാൻ പോവാണ്. മിക്സഡിനെ നോർമലാക്കുന്ന രീതിയാണ്. 2 ഇൻറ്റു 1 2 2 + 1 2 + 1 എത്ര വരും? അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 3/2 എന്ന് വരത്തില്ലടാ, 3/2. ഇനി ഇതേ ഇവിടെ ഈ 12.5 അതേപോലെ മാറ്റിയാൽ 12.5 നമ്മൾ മാറ്റുകയാണ്. ഇത് അതുപോലെ 2 താഴെ എഴുതുക, അവിടെ വരുന്ന 2 തന്നെ എഴുതുക. ഡിനോമിനേറ്ററിൽ അവിടെ വരുന്ന മിക്സറിൻ്റെ അകത്ത് ആ ഡിനോമിനേറ്ററിൽ വരുന്ന ആളെ എഴുതിയാൽ മതി താഴെ. ഇനി 2 ഇൻറ്റു 12 24 + 1 ഇങ്ങോട്ട് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. 24 + 1 25/2. സത്യം പറഞ്ഞാൽ 1.5. 3/2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയല്ലേ ഈ 1.5. അതാണ് നമ്മൾ ഈ 1.5 3ന്റെ പകുതി എന്ന് എഴുതുന്നത്. രണ്ടും സെയിം തന്നെയാണ്. 1.5 എന്ന് പറഞ്ഞാലും 3ന്റെ പകുതി എന്ന് പറഞ്ഞാലും 1.5 തന്നെയാണ്. ഓക്കെ, അതാണ് ഈ മിക്സഡിനെ എന്താക്കുന്നത്? നോർമലിലോട്ടാക്കുന്നത്. അടുത്തത് ഈ 12/2 12/1/2 12.5. 25ന്റെ പകുതി എത്ര? 12.5 മാറ്റി, ഇത് മിക്സഡ് ആയിരുന്നു. 12.5 എന്ന് പറയുമ്പോൾ അത് മിക്സഡാണ്. നോർമലിലോട്ടാക്കുമ്പോൾ 25/2. 25ന്റെ പകുതി എത്ര? 12.5 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വേണമെങ്കിൽ? 1.5 പകരം 3/2 പ്ലസ് എന്താണ് 12.5 പകരം 25/2 6 ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം ആണ് 2 3യും 25 കൂടെ കൂട്ടിയാൽ 28. 6 ഇൻറ്റു ഇത് കട്ട് ചെയ്യുമ്പം 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 4 അല്ല 8 6 ഇൻറ്റു 14 ഇവിടെ വന്ന പോലെ 6 ഇൻറ്റു 14 84. ഓക്കെ, S12. ഇത് മറ്റേതും കൂടെ പറഞ്ഞു തന്നാൽ വേറെ ഒന്നുമല്ല. ചില മിക്സഡ് കാണുമ്പം നമുക്ക് ഇപ്പോൾ ഈ മിക്സഡ് 1.5യും 12.5യും കൂട്ടിയാൽ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്. 1.5യും 12.5യും കൂട്ടിയാൽ 14 വരും നിങ്ങൾക്ക് അറിയാം. അങ്ങനെ കൂട്ടി ആ ഒരു നോട്ടത്തിൽ കൂട്ടി മനസ്സിലാക്കാൻ പറ്റാത്ത ചില മിക്സഡ് ഫ്രാക്ഷൻസ് ചിലപ്പോൾ വന്നേക്കാം. അതിനാണ് സാറ് അതുകൂടെ പറഞ്ഞു തന്നത്. ഈ ഒരു പ്രോബ്ലത്തിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അങ്ങനെ ആലോചിക്കരുത്. ഇച്ചിരി ടഫ് പ്രോബ്ലം വന്നാൽ മിക്സഡ് കാണുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ കൂട്ടി പറയാൻ പറ്റത്തില്ല. അത് ഇതേപോലെ അതുപോലെ പറയാൻ പറ്റാത്ത പ്രോബ്ലം വന്നാൽ മക്കൾ മിക്സഡിനെ എന്താക്കണം? നോർമലാക്കണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, 1/2 + 1 + 1.5 അങ്ങനെ എക്സെട്രാ പോയി എവിടെ? 12.5. എടാ 1.5 1.5 അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്ര ടൈം ഉണ്ടെന്ന് അറിയണ്ടേ? എത്ര ടൈം ഉണ്ടെന്ന് വേണം എണ്ണി നോക്കാം. അല്ല നമ്മൾ സമ്മിൻ്റെ ഇക്വേഷൻ Sn = n/2 × x1 + xn സം എഴുതി. അപ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് അറിയത്തില്ലെന്ന് മനസ്സിലായി. n എഴുതും. n = നമ്പർ ഓഫ് ടൈംസ് ആണ് xn - x1/d + 1 നേരത്തെ പോലെ തന്നെ. അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ടൈം ആരാടാ? 12.5 അല്ലേ? 12.5 മൈനസ് ഫസ്റ്റ് ടൈം ആരാ? x1 ആരാ? 1/d ആരാടാ? ഡിഫറൻസ് 1/2 1 1.5 ആര 1 1.5 അങ്ങനല്ലേ പോകുന്നത്. അരയുടെ കൂടെ അര കൂട്ടുമ്പോഴല്ലേടാ 1 ആകുന്നത്. 1ൻ്റെ കൂടെ അര കൂട്ടിയാൽ 1.5. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് അരയാണ് അല്ലേ? നോക്കുക, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കാം. 1ൽ നിന്നും അര പോയാൽ ബാക്കി അര, അതാണ് d + 1. എടാ 12.5 നിന്നും ഹാഫ് പോയാൽ 12.5 നിന്നും അര പോയാൽ. ഓക്കെ, കട്ടിയുള്ള ഇച്ചിരി ഇതുള്ള പ്രോബ്ലം വന്നാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ മിക്സഡിനെ നോർമലാക്കി ചെയ്താൽ മതി. 12 അര പോയാൽ 12/1/2 + 1 12/1/2 + 1. എടാ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നേക്കുന്നു. നോർമലി അതൊരു ഫ്രാക്ഷനാണ്, ഡിനോമിനേറ്ററിൽ പിന്നെ ഒരു ഫ്രാക്ഷൻ കൂടെ. അപ്പം റെസിപ്രോക്കൽ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും. n = n കാണാൻ 12 അങ്ങനെ തന്നെ എഴുതും. ഈ 1/2 ഡിവൈഡ് ചെയ്തേക്കല്ലേ, തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. അപ്പം ഇൻറ്റു ചെയ്യുക. എങ്ങനെ? 1/2 തിരിച്ചിട്ടാൽ 2/1. അത് അവിടെ ചെയ്ത് 12/1/2 12 ഇൻറ്റു എന്നെ തിരിച്ചിട്ട് 2/1 എന്ന് എഴുതി പ്ലസ് ഈ 1 കൂടെ. ഓക്കെ, നോക്കുക, 12 ഇൻറ്റു 2 24 ആണ്. 24/1 24 തന്നെ പ്ലസ് 1
അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര 25. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് എത്ര ടൈം ഉണ്ട് 25 ടൈം പറഞ്ഞു 25 ടൈംസ് ഉണ്ട്. ഇനി നമുക്ക് സമ്മ് കാണാം SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പം n എത്ര ടൈംസിൻ്റെ സമ്മ 25. S25 ഈക്വൽ 25/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആരാണ് അതെ ഹാഫ് പ്ലസ് ലാസ്റ്റ് ടൈം 12.5. 25/2 ഇതിനെ കട്ട് ചെയ്യേണ്ട പോയിന്റ് വരും. 25ൻ്റെ പകുതി എടുത്താൽ എന്താണ് 12.5 വരും. അത് ചെയ്യണ്ട, നമുക്ക് അകത്തുള്ള നമ്പേഴ്സൊക്കെ കണ്ടിട്ട് നോക്കാം. ഹാഫും 12.5 ഇതിപ്പം നേരത്തെ കാണിച്ചത് നിങ്ങളെ മിക്സഡിനെ നോർമലാക്കുന്നു. ഇതിപ്പം നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം 12.5 ഹാഫ് കൂടെ 12 അരയും കൂടെ കൂട്ടുമ്പോൾ 13 ആവും. 25/2 ഇൻറ്റു 13 എന്ന് വെച്ചാൽ 25 എന്താ ഡിനോമിനേറ്ററിൽ ആരുണ്ട് 2, ന്യൂമറേറ്ററിൽ 25 ഉണ്ട് 13 ഉണ്ട്. ഇങ്ങനെയാണ് 25 ഇൻറ്റു 13/2 എന്ന 25 മുകളിൽ 2 താഴെ, ഈ 13 എന്താ ഇടയ്ക്ക് അങ്ങനെ തോന്നരുത് മുകളിലാണ് കേട്ടോ. 25 ഇൻറ്റു 13/2 25നെ എന്തുകൊണ്ട് ചെയ്യുക 25 ഇൻറ്റു 13 ചെയ്യുക. 5 ഇൻറ്റു 3 15 5 റിമൈൻഡർ 1 3 ഇൻറ്റു 2 6 പ്ലസ് 1 7 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 2 2 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ എഴുതി വെച്ചാൽ മതി. 1 ഇൻറ്റു 25 തന്നെ എഴുതിയാൽ മതി. 5 7 പ്ലസ് 5 12 ആണ് 2 റിമൈൻഡർ 1 2 പ്ലസ് 1 3. ഇത് 325 എന്നാണ് ആൻസർ. ഇതിൻ്റെ ആൻസറാണ് 325/2. അപ്പം 25 ടൈംസിൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ 325/2 എന്ന് വെച്ചാൽ 325ൻ്റെ പകുതി. ഡിവൈഡ് ചെയ്ത് നോക്കാം. 325ൻ്റെ എത്ര ഉണ്ട് 2 ഉണ്ട്. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 ആണ്. 3 മൈനസ് 2 1. 2ൻ്റെ ടേബിളിൽ 1 ഉണ്ടായില്ല. 12 ഇറക്കുക 2 ഇറക്കുക. അപ്പോൾ 12 ആയി. 12 ഉണ്ടാ ടേബിളിൽ 2 ഇൻറ്റു 6 ആണ് 12 എന്ന് പറയുന്നത്. 2 ഇൻറ്റു 6 ആണ് 12 എന്ന് പറയുന്നത്. നോക്കുക 12 മൈനസ് 12 0. ഇനി ആ 5 താഴോട്ട് ഇറക്കുന്നു. 2ൻ്റെ ടേബിളിൽ 5 ഉണ്ടാ 2 ഇൻറ്റു 2 ആണ് 4 എന്ന് പറയുന്നത്. 5 മൈനസ് 4 എത്രയാണ് 1 ആണ്. ഇനി ഇവിടെ 1 ആയി. ഇനി നമുക്ക് നമ്പർ ഇറക്കാനൊന്നുമില്ല. 2ൻ്റെ ടേബിളിൽ എന്തില്ല 1 ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്ത് ചെയ്യും ഒരു പോയിന്റ് ഇട്ടിട്ട് എന്ത് കൊടുക്കും 0 കൊടുക്കത്തില്ലേ. 2ൻ്റെ ടേബിളിൽ 10 ഉണ്ടോ 2 ഇൻറ്റു 5 എത്രയാണ് 10 ആണ്. 10 മൈനസ് 10 0 കഴിഞ്ഞു. ഇനി ചെയ്യാൻ പറ്റത്തില്ല തീർന്നു. റിമൈൻഡർ 0 കിട്ടി. ഓക്കെ, അപ്പോൾ S25 25 ടൈംസിൻ്റെ സമ്മ് 325/2 ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആണ് 162.5 എന്ന് വെച്ചാൽ 162.5 അല്ലെങ്കിൽ 162.5 എന്ന് വെച്ചാൽ 325ൻ്റെ പകുതിയാണ് 162.5. ഓക്കെ, അതാണ് അതിൻ്റെ സമ്മ്. അപ്പോൾ മക്കളാടാ നമ്മുടെ സമ്മിൻ്റെ ആ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 4ാമത്തെ പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനാണിത്. 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്ര പ്ലസ് 201/101 ഇത്രയും ടൈംസിൻ്റെ എന്ത് കാണാനാണ് സമ്മ് കാണാനാണ്. നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കാണുന്ന ഇക്വേഷൻ ഇവിടെയൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. കാരണം ചിലപ്പോൾ എണ്ണി നോക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അവിടെ എത്ര ടൈം ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ സമ്മിൻ്റെ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, സമ്മിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് n അറിയത്തില്ല. അപ്പോൾ n നമ്മൾ കാണും നമ്പർ ഓഫ് ടൈംസ് എത്ര ടൈം ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അതെ xn മൈനസ് x1/d പ്ലസ് 1 എന്നല്ലേ. xn ആരാടാ ലാസ്റ്റ് ടൈം 201/101 മൈനസ് x1 ആരാടാ 1/101/d. ഇവിടുത്തെ ഡിഫറൻസ് എത്ര d എങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഡിഫറൻസ് കാണാൻ d ഈസ് ഈക്വൽ ടു d കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കുക. സെക്കൻഡ് ടൈം ആരാടാ സെക്കൻഡ് ടൈം 3/101 മൈനസ് 1/101. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അത് എഴുതുക. ന്യൂമറേറ്റർ തമ്മിൽ കുറയ്ക്കുക. 3ൽ നിന്ന് 1 പോയാൽ എത്ര 2. d നമ്മുടെ 2/101 ആണ്. 2/101 2/101 പ്ലസ് 1 xn 201/101 മൈനസ് x1 1/101/d. ഡിഫറൻസ് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ച് 2/101 പ്ലസ് 1. നോക്കടാ ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി. ഡിനോമിനേറ്റർ 101 തന്നെ. 201ൽ നിന്നും 1 പോയാൽ 200.
200 ഇത് ഇവിടെ താഴെ 2/101 പ്ലസ് 1. ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫ്രാക്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞാണ് n കാണാൻ. ഇത് 200/101 അങ്ങനെ തന്നെ എഴുതുക. ഇതേ 2/101 റെസിപ്രോക്കൽ എടുത്താൽ തിരിച്ചിടും. എന്താണ് 2/101 തിരിച്ചിട്ടാൽ 101/2 പ്ലസ് 1 ഇവിടെ പ്ലസ് ആണ്, പ്ലസ് എന്താണ് 1 ആണ്. വേണം നമുക്ക് ഇവിടുന്ന് ഈ 101 കട്ട് ചെയ്ത് കളയായിരുന്നു. അല്ല അതിന് പകരം എന്താ ഇപ്പം തിരിച്ചിട്ടപ്പോൾ 101 മുകളിലെ 101 താഴത്തേയും കട്ടായി പോയി. 200/2 പ്ലസ് 1 200/2 200ന്റെ പകുതി 2 × 1 2 2 × 1 2 എത്രയാണ് 100 വരും. 100 പ്ലസ് 1 അപ്പോൾ എത്ര ടൈം ഉണ്ട്? n = 100 പ്ലസ് 1 101. നമ്പർ ഓഫ് ടൈംസ് എത്ര? അത് റെസിപ്രോക്കൽ എടുത്ത് 101 കട്ടായി 200/2 200ന്റെ പകുതി എത്ര 100 ആണ്. 100 1 101 നമ്പർ ഓഫ് ടൈംസ് എത്ര ഉണ്ട്? 101. എടാ 1/101 തുടങ്ങി 201/101 അവസാനിക്കുമ്പം ആ സീക്വൻസിൽ എത്ര പേരുണ്ട്? 101 പേരുണ്ട്. സമ്മ് കാണുന്ന ഇക്വേഷൻ എന്തുവാ? Sn = n/2 × x1 + xn എന്നല്ലേ? ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. എത്ര പേരുടെ സമ്മാണ്? 101 പേരുടെ സമ്മാണ്. S101 ഈക്വൽ എത്ര പേരുണ്ട്? 101/2 × x1 + xn ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം 1/101 പ്ലസ് ലാസ്റ്റ് ടൈം 201/101. S101 ടൈമിൻ്റെ സം ഈക്വൽ 101/2. പകുതി എടുക്കുമ്പോൾ പോയിന്റ് വരുന്നുണ്ട്, എടുക്കണ്ട, നമുക്ക് അകത്ത് നോക്കാം, ചെയ്യാൻ പറ്റും. 1/101 201/101 കൂടെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഡിനോമിനേറ്റർ സെയിം ആണ്, 101 എന്ന് തന്നെ ഇടുക. ഒന്നും എന്തൂടെ കൂട്ടുക? 201 കൂടെ കൂട്ടുക. 1 201 202. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 101/2 202/101 എന്നാണ്. ഇവിടെ മുകളിലത്തെ 101 താഴത്തെ 101 കട്ട് ചെയ്യാം. ബാക്കി ആൻസർ മുകളിൽ 202/2. ഇതാണ് S101 ടൈമിൻ്റെ സമ്മാണ്. 202/2 202ന്റെ പകുതി. കട്ട് ചെയ്താലും മതി. 2 × 1 2 2 × 10 20 ആണ്. 2 × 1 2 ആണ്. S101 = 101. അതാണ് അവിടുത്തെ ഒരു ടെസ്റ്റ്. 101 ടൈംസിൻ്റെ സം എത്രയാണ്? 101 ആണ്. ഈ താഴെ 101 വരുന്നില്ലടാ. 1 3 5 അങ്ങനെ പോയി 201 വരെ വരത്തില്ലേ? 1 3 5 അതൊരു ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് ആണ്. അങ്ങനെ പോയി വരുമ്പോൾ 201 അവസാനിക്കുന്നു. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ പിന്നെയും ആ 101 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യില്ലേ നമ്പേഴ്സിനെ എല്ലാം. അതുകൊണ്ടാണ് 101ന്റെ സം 101 ആയി വരുന്നത്. നല്ലൊരു ചോദ്യമാണ്. ആൻസറും നല്ലൊരു ആൻസറാണ്, വെറൈറ്റി ആൻസറാണ്. അപ്പം 101 ടൈമിൻ്റെ സം 101. അപ്പം എത്ര ടൈം ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആ ഇക്വേഷൻ ഓർക്കുക. ഈ ഇക്വേഷൻ്റെ കാര്യം സാറ് പറഞ്ഞ് നമ്പർ ഓഫ് ടൈംസും ഇസഡ് ടൈമും നമ്പർ ഓഫ് ടൈംസും പൊസിഷൻ ഓഫ് ടൈമും ഇതെല്ലാം ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എന്തിൻ്റെ അകത്തുള്ളത്? ആ ഒരു പേജ് നമ്പർ 71 ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അകത്ത് വരുന്ന 4 പ്രോബ്ലമാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.